വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വറൽ. ഇനി റിയാക്റ്റിൽ നമുക്ക് കൂടുതൽ കമ്പോണൻസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ HTML പഠിച്ച സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു ഡാഷ്ബോർഡ് ഡിസൈൻ ചെയ്തിരുന്നല്ലോ. ഈ ഒരു ഡാഷ്ബോർഡ് ഡിസൈൻ ചെയ്തതിൽ നമുക്ക് ഇവിടെ ടോപ്പിലൊരു 4 ടൈല് കാണുന്നുണ്ടല്ലേ, പല കളറിലുള്ള ടൈലുണ്ട്. ഇത് നമുക്ക് ഒരു റിയാക്റ്റ് കമ്പോണൻ്റ് ആക്കി മാറ്റിയിട്ട് റിയാക്റ്റിൻ്റെ ഓരോ ഫങ്ഷനാലിറ്റീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്, എന്തൊക്കെ ഫീച്ചേഴ്സാണ് റിയാക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ SRC ഫോൾഡറിൽ കമ്പോണൻസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാക്കുക. കാരണം നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോൾഡർ കമ്പോണൻസ്. ഈ ഒരു കമ്പോണൻറ്റിൽ നമുക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്യും. ന്യൂ ഫയൽ JavaScript ഫയലായിരിക്കും. അത് ഞാൻ ടൈൽ എന്ന് പറഞ്ഞ പേര് കൊടുക്കും, tile.js. എന്നിട്ട് ഇതിൽ ചെയ്യേണ്ടത് വേറെ ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ആ ഫയലിൻ്റെ അതേ പേരിൽ ഫംഗ്ഷന് പേര് കൊടുക്കുക, അതായത് ടൈൽ. ഞാൻ ഗിറ്റപ്പിൻ്റെ ഒരു പെയ്ഡ് സർവീസായ കോപൈലറ്റ് എന്ന് പറയുന്ന ഒരു സർവീസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്ലഗിൻസ് എൻ്റെ VS കോഡിൽ ഇൻസ്റ്റാൾഡ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് AI ഉപയോഗിച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് കാണിച്ചു തരുന്നത് എന്താണ് അവർ ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്കൊരു സജഷൻ തരുന്നത് ഈ ഒരു ഗിറ്റപ്പ് കോപൈലറ്റ് ആണ്. ഇവിടെ ഞാൻ ടാബ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഡ് നമുക്ക് വന്നു. അതായത് നമ്മൾ എല്ലാ കോഡും മാനുവലായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ app.js നോക്കി കഴിഞ്ഞാൽ സെയിം അപ്രോച്ചാണ്. ആ ഒരു ഫംഗ്ഷൻ നെയിം കൊടുത്തു പിന്നെ റിട്ടേൺ ചെയ്യുന്നത്. ഇവിടെ ടൈൽ എന്ന് പറയുന്ന കമ്പോണൻ്റ് ഒരു JSX റിട്ടേൺ ചെയ്യാണ്. റിട്ടേൺ അതിലെന്താണുള്ളത്, ഒരു div ആണ്. ക്ലാസ് നെയിം ടൈൽ എന്ന് പറയുന്ന ക്ലാസ് നെയിം ഉണ്ട്. പിന്നെ ഒരു h1 ഉണ്ട്, ജസ്റ്റ് ടൈൽ എന്ന് പറയുന്ന ടെക്സ്റ്റ്. ഇത്ര മാത്രമേ റിട്ടേൺ ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ടൈൽ എന്ന് പറയുന്ന ഈ ഒരു കമ്പോണൻറ്റ് വേറെ ഏതെങ്കിലും കമ്പോണൻസിൽ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളത് എക്സ്പോർട്ട് ചെയ്യണം. ഏതൊരു Node.js മൊഡ്യൂൾ ആണെങ്കിൽ നമ്മൾക്ക് എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ട് ഡീഫോൾട്ട് ടൈൽ, അതായത് ഡീഫോൾട്ടായിട്ട് നമുക്ക് ഈ ഒരു ടൈൽ, അതായത് ഈ ഒരു ഫംഗ്ഷൻ മാത്രമേ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാണ്. അതിനുശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ എറേഴ്സ് ഒന്നുമില്ല. അതിനുശേഷം എങ്ങനെ അത് നമ്മൾ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്നുള്ളത് നോക്കാം. ഇവിടെ ഈ ഒരു ആപ്പാണല്ലോ നമ്മളെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ div ഉണ്ട്, ലോറം എപ്സ് ഉണ്ട്, അതവിടെ കിടക്കട്ടെ. ആ ലോറം എപ്സത്തിന് ശേഷം അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഈ ഒരു ഫംഗ്ഷനാലിറ്റി ഉപയോഗിക്കണം. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഫയൽ നമുക്ക് ആ ഒരു കമ്പോണൻറ്റ് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് നമ്മൾ എന്താണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്, നമ്മൾ ആ ഒരു കമ്പോണൻറ്റിൻ്റെ പേര് ടൈൽ. ഇമ്പോർട്ട് ടൈൽ ഫ്രം, എവിടെ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്, components/ടൈൽ, ഇവിടെ നിന്നാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ആ ഒരു ടൈൽ എന്ന് പറയുന്ന കമ്പോണൻ്റ് ആണ്. അപ്പം നമ്മൾ റിയാക്റ്റിൽ ഓരോ കമ്പോണൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് HTML ടാഗ് എങ്ങനെയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതേപോലെയാണ് നമ്മൾ ആ ഒരു കമ്പോണൻ്റ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ടൈൽ എന്ന് പറഞ്ഞു കൊടുത്തു. സെൽഫ് ക്ലോസിങ് ടാഗാണ്, അതിൻ്റെ ഉള്ളിൽ വേറെ കണ്ടൻ്റ് ഒന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ട് സെൽഫ് ക്ലോസിങ് ടാഗായിട്ട് നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ ബ്രൗസർ നോക്കാം. ഇവിടെ നമ്മൾ ബ്രൗസറിൽ നേരത്തെ നമ്മൾ കൊടുത്തിട്ട് ലോറം ഇപ്സ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മൾ കൊടുത്ത ടൈലും ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് റിയാക്റ്റിൽ ഒരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ കമ്പോണൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തവണ അത് റീയൂസ് ചെയ്യാം. വീണ്ടും വീണ്ടും ആ ഒരു ടൈൽ കോഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് റീയൂസ് ചെയ്യാം. ഉദാഹരണത്തിന് നമുക്ക് 4 ടൈലാണല്ലോ ഉള്ളത്. ഞാനിവിടെ 4 പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസർ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ 4 പ്രാവശ്യം ആ ടൈല് പ്രിൻറ്റ് ചെയ്തായിട്ട് കാണാം. ഇനി നമുക്ക് സ്റ്റൈൽ ചെയ്തു തുടങ്ങാം. നമ്മളിവിടെ കൊടുത്ത് ടൈൽ എന്ന് പറയുന്ന ക്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളുടെ മെയിൻ ആപ്പിലുള്ള മെയിൻ ഡിവിന് നമ്മൾ ഒരു കണ്ടെയ്നർ ക്ലാസ് കൊടുക്കാം. ബൂട്ട്സ്ട്രാപ്പ് ഒന്നും നമ്മൾ തൽക്കാലം ഇവിടെ ഉപയോഗിക്കുന്നില്ല. നമ്മൾ നമ്മുടേതായൊരു കണ്ടെയ്നർ ക്ലാസ് കൊടുത്തിട്ട് അതിന് സ്റ്റൈൽ ചെയ്യാം. ഇവിടെ ഇൻഡെക്സ് CSS വന്നിട്ട് നമ്മൾ ആ ഒരു കണ്ടെയ്നർ ക്ലാസ്സിനുള്ള സ്റ്റൈൽ ഇവിടെ കൊടുക്കും. ഒരു കണ്ടെയ്നർ ഡിസ്പ്ലേ ഫ്ലെക്സ് ആണ്. ഫ്ലെക്സ് ഡയറക്ഷൻ കോളം, അലൈൻ ഐറ്റംസ് സെൻറ്റർ, ജസ്റ്റിഫൈ കണ്ടന്റ് സെൻറ്റർ, ഇത്രയും സ്റ്റൈലാണ് നമ്മളവിടെ ആ ഒരു കണ്ടെയ്നറിന് കൊടുത്തിട്ടുള്ളത്. നമ്മൾ റീഫ്രഷ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ടൈലൊക്കെ സെൻറ്ററിലേക്ക് വന്നതായിട്ട് കാണാം. ഇനി ഈ ടൈല് നമുക്ക് ഇപ്പോൾ കോളമായിട്ടാണ് വന്നിട്ട്, അതായത് ഒന്നിൻ്റെ താഴെ ഒന്ന്. ഇനി അത് റോ ആക്കി മാറ്റണം. അതിനുവേണ്ടി നമുക്ക് ഫ്ലെക്സ് ഡയറക്ഷൻ റോ എന്ന് പറഞ്ഞു കൊടുക്കാം. ഫ്ലെക്സ് ഡയറക്ഷൻ റോ എന്ന് പറഞ്ഞു വന്നപ്പോൾ ആ ടൈലൊക്കെ ഒരേ ലൈനിൽ വന്നു. പിന്നെ നമുക്ക് ആ ലോറം എപ്സും അവിടെ തന്നെ ഉണ്ട്. നമുക്ക് ആ ലോറം എപ്സം ഒഴിവാക്കാം. ഇപ്പോൾ ഈ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ഇതൊരു ഫ്ലെക്സ് ആണ്. ആ ഫ്ലെക്സിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഐറ്റംസും ഒരേ റോയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ആ ഒരു ടൈലിനുള്ള സ്റ്റൈൽ ഇടാം. ഹൈറ്റ് നമ്മളൊരു 300 px കൊടുക്കാം. ഫിക്സഡ് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ഇപ്പോൾ ഓറഞ്ച് റെഡ് കൊടുത്തു. നമ്മൾ കളർ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ അലൈൻ ഐറ്റംസ് ഒഴിവാക്കി. ജസ്റ്റിഫൈ കണ്ടന്റ് നമ്മൾ സ്പേസ് ബിറ്റ്വീൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു കണ്ടന്റ് നമ്മൾ വിഡ്ത്തൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ആ ഒരു കണ്ടന്റിനനുസരിച്ചുള്ള ഓട്ടോമാറ്റിക് വിഡ്ത്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള സ്പേസ് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
നമ്മൾ CSSൽ ഫ്ലെക്സിൻ്റെ ഗ്യാപ്പ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഗ്യാപ്പ് നമ്മളൊരു 30 px കൊടുക്കാം. അതേപോലെ ടൈലിന് നമ്മൾ പാഡിങ് കൊടുക്കുന്നുണ്ട്. 20 px പാഡിങ് കൊടുത്തു. ഹൈറ്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ വിഡ്ത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. വിഡ്ത്ത് സെറ്റ് ചെയ്തപ്പോൾ നമുക്കൊരു ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു വിഡ്ത്ത് വന്നിട്ടുണ്ട്. സ്പേസിങ്ങും വന്നു.